തൃശൂർ കുരിയച്ചിറ സെന്റ് പോൾസ് പബ്ലിക് സ്കൂളിലെ ക്ലാസ് മുറിയിൽ മൂർഖൻ പാമ്പിന്റെ കുഞ്ഞിനെ കണ്ടെത്തി. കുട്ടികൾ പാമ്പ് കടിയേൽക്കാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. 3ാം ക്ലാസ്സിലെ അധ്യാപികയുടെ മേശവലിപ്പിലെ പുസ്തകങ്ങൾക്കിടയിലായിരുന്നു പാമ്പ്. തൃശൂർ നഗരത്തിൽ തെരുവുനായ ശല്യം രൂക്ഷം. ചാവക്കാട് തിരുവത്ര ജീലാനിയിൽ തെരുവുനായ്ക്കളിന് 2 ആടുകളെ കടിച്ചുകൊന്നു. തെരുവുനായ ശല്യത്തിനെതിരെ നടപടി വേണമെന്നാവശ്യം. കൊടുങ്ങല്ലൂരിൽ സുരക്ഷാവേലിയില്ലാതെ വൈദ്യുതി ട്രാൻസ്ഫോർമറുകൾ. വഴിയരികിൽ അപകടം പതിയിരുന്നിട്ടും കണ്ടില്ലെന്ന് നടിച്ച അധികൃതർ. പണയം വെച്ച 1 കിലോയിലധികം സ്വർണം തട്ടിയെടുത്ത കേസിൽ സ്ഥാപനത്തിലെ മാനേജർ അറസ്റ്റിൽ. കിഴുപ്പള്ളിക്കര സ്വദേശി ദീപുവിനെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ് തുടരുന്നു. തൃശൂർ ജില്ലയിൽ ശനിയാഴ്ച ഓറഞ്ച് അലർട്ട്. തുടർച്ചയായി പെയ്യുന്ന മഴയിൽ ഡാം തുറക്കുമോ എന്ന ആശങ്കയിൽ ചാലക്കുടി നിവാസികൾ. മുനയ്ക്കക്കടവ് മത്സ്യബന്ധനത്തിനിടെ വെള്ളം മറിഞ്ഞ് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണം ഇഴയുന്നു. ആമ്പല്ലൂരിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. സർവീസ് റോഡിലെ കുഴികൾ നികത്താത്തതിനെതിരെ പ്രതിഷേധം. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തരിൽ നിന്നും പണം തട്ടിയെടുക്കുന്നതായ ആക്ഷേപം. ഓൺലൈൻ തട്ടിപ്പുകാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ. വാർത്തകളിലേക്ക് വിശദമായി. തൃശൂർ കുരിയച്ചിറ സെന്റ് പോൾസ് പബ്ലിക് സ്കൂളിലെ ക്ലാസ് മുറിയിൽ പാമ്പ് കയറി. പുസ്തകമെടുക്കാനായി കുട്ടികൾ ടീച്ചറുടെ മേശവലിപ്പ് തുറന്നപ്പോഴാണ് മൂർഖൻ പാമ്പിന്റെ കുഞ്ഞ് പുറത്തേക്ക് വന്നത്. പാമ്പ് കടി ഏൽക്കാതെ കുട്ടികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. തൃശൂർ കുരിയച്ചിറ സെന്റ് പോൾസ് പബ്ലിക് സ്കൂളിലെ 3C ഡിവിഷൻ ക്ലാസ് മുറിയിലാണ് സംഭവം. പുസ്തകമെടുക്കാൻ വേണ്ടി കുട്ടികൾ ടീച്ചറുടെ മേശവലിപ്പ് തുറക്കുന്നതിനിടയിലാണ് മൂർഖൻ പാമ്പിന്റെ കുഞ്ഞ് പുറത്തേക്ക് വന്നത്. പാമ്പിനെ കണ്ട കുട്ടികൾ പിന്നോട്ടു പോയതിനാൽ കടിയേൽക്കാതെ രക്ഷപ്പെട്ടു. കുട്ടികളാണ് ക്ലാസ്സിലുണ്ടായിരുന്ന ടീച്ചറെ വിവരമറിയിച്ചത്. ഉടൻ കുട്ടികളെയെല്ലാം ഇവിടെ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. തുടർന്ന് പാമ്പിനെ കൊന്നതിന് ശേഷമാണ് കുട്ടികളെ ക്ലാസ് മുറിക്കുള്ളിലേക്ക് പ്രവേശിപ്പിച്ചത്. ക്ലാസ്സിനുള്ളിലേക്ക് പാമ്പ് എങ്ങനെ കയറി എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല. സ്കൂൾ വിട്ട് കുട്ടികൾ വീട്ടിലെത്തിയതിനു ശേഷം മാതാപിതാക്കളോടാണ് പാമ്പിനെ കണ്ട വിവരം അറിയിച്ചത്. സംഭവം കുട്ടികളുടെ രക്ഷിതാക്കൾ വഴിയാണ് മാധ്യമങ്ങൾ അറിഞ്ഞത്. രക്ഷിതാക്കൾ വാട്സാപ്പ് വഴി അധ്യാപികയോട് പാമ്പിനെ കണ്ട വിവരം ചോദിച്ചതോടെ അധ്യാപിക സംഭവം സ്ഥിരീകരിക്കുകയായിരുന്നു. TC വിനോസ്, തൃശൂർ. തൃശൂർ നഗരത്തിൽ തെരുവുനായ ശല്യം രൂക്ഷം. ഏറെ തിരക്കേറിയ നഗരമധ്യത്തിലെ കൈരളി ശ്രീ തിയേറ്ററിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. 5ൽ പരം നായകളാണ് തിയേറ്റർ കവാടത്തിന് മുന്നിലെ നടപ്പാതയിൽ ഒരേ സമയം തമ്പടിച്ചിരിക്കുന്നത്. നിരവധി യാത്രക്കാർ വന്നുപോകുന്ന ബസ് സ്റ്റോപ്പും സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത്. വിദ്യാർത്ഥികൾ അടക്കമുള്ള യാത്രക്കാർ നായകളുടെ ഇടയിലൂടെ വേണം നടപ്പാതയിലൂടെ കടന്നു പോകേണ്ടത്. വന്ധ്യീകരണം നടത്തിയ നായ്ക്കളെ തിരികെ പൊതു ഇടത്തിൽ തന്നെ തിരിച്ചുവിടുന്നതും ഇവ വീണ്ടും ശൗര്യം പുറത്തെടുത്ത് ആക്രമണ സ്വഭാവം കാണിക്കുന്നതും പതിവായിരിക്കുന്നതാണ്. ഇതോടെ കോർപ്പറേഷനെതിരെ വലിയ പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു. തെരുവുനായ ശല്യത്തിനെതിരെ നടപടി വേണമെന്ന ആവശ്യവും ഉയരുകയാണ്. ചാവക്കാട് തിരുവത്ര ജീലാനിയിൽ തെരുവുനായ ആക്രമണം. 2 ആടുകളെ കൂട് പൊളിച്ച് കടിച്ചുകൊന്നു. ജീലാനി കറുത്താറിയിൽ കുഞ്ഞു മുഹമ്മദിന്റെ വീട്ടിൽ ആടിനെയാണ് തെരുവുനായ്ക്കൾ കൊന്നത്. ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തു വന്നപ്പോഴാണ് ആടിനെ കടിച്ചു കൊന്നത് കണ്ടത്. പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന് കുഞ്ഞു മുഹമ്മദ് പറഞ്ഞു. കൊടുങ്ങല്ലൂരിൽ സുരക്ഷാവേലി ഇല്ലാതെ വൈദ്യുതി ട്രാൻസ്ഫോർമറുകൾ. വഴിയരികിൽ അപകടം പതിയിരുന്നിട്ടും കണ്ടില്ലെന്ന് നടിച്ച അധികൃതർ. കൊടുങ്ങല്ലൂരിന്റെ വിവിധ പ്രദേശങ്ങളിൽ വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങളില്ലാതെ സ്ഥാപിച്ച ട്രാൻസ്ഫോർമറുകൾ കാൽനട യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുകയാണ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ കടന്നുപോകുന്ന പാതയോരങ്ങളിൽ ഇത്തരം ട്രാൻസ്ഫോർമറുകൾ കാണാനാകും. കൊടുങ്ങല്ലൂരിലെ പടാക്കുളത്ത് റോഡിനോട് തൊട്ടുരുമി നിൽക്കുന്ന ട്രാൻസ്ഫോർമറിന് സുരക്ഷാവേലി സ്ഥാപിക്കാൻ KSEB അധികൃതർ ഇനിയും തയ്യാറായിട്ടില്ല. നഗരത്തിൽ വടക്കേനടയിലെ കൽപ്പക റോഡിലും വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങളില്ലാതെയാണ് ട്രാൻസ്ഫോർമർ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ കൊല്ലത്തുണ്ടായ അതിദാരുണമായ സംഭവം നിങ്ങൾക്കറിയാലോ. അതിൻ്റെ പശ്ചാത്തലത്തിൽ KSEBയുടെ ഒട്ടനവധി ട്രാൻസ്ഫോമറിൻ്റെ വശങ്ങളിൽ സുരക്ഷാ കവചങ്ങളില്ലാത്തതിനാൽ നാമെല്ലാം വളരെ ഭീതിയിലാണ്. നമ്മൾ ഈ പടാകുളം ഏരിയയിൽ ഉള്ള തുറന്ന് കിടക്കുന്ന ട്രാൻസ്ഫോമറിൻ്റെ ഭാഗം എത്രയും പെട്ടെന്ന് സുരക്ഷാ കവചങ്ങൾ ഒരുക്കി കുട്ടികൾ ഉൾപ്പെടെ നടന്നു പോകുന്ന വശങ്ങളാണത്, യാത്രക്കാരുൾപ്പെടെ. തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഒരു നടപടി എടുക്കണം. ഇത്തരത്തിൽ അപകട സാധ്യത നിലനിൽക്കുന്ന വൈദ്യുതി വിതരണ സംവിധാനങ്ങൾക്ക് സുരക്ഷാവേലി ഉറപ്പാക്കണമെന്ന ആവശ്യം തുടർച്ചയായി ഉയരുമ്പോഴും നടപടി ഉണ്ടാകുന്നില്ല. TC ന്യൂസ്, കൊടുങ്ങല്ലൂർ. വെള്ളാങ്ങല്ലൂർ കോണത്തുകുന്ന് മഞ്ഞുകുളങ്ങര ദേവീക്ഷേത്രത്തിന് സമീപത്തുകൂടി പോകുന്ന 11 kV ലൈനിൽ കാട് വളർന്നു. ഉദ്യോഗസ്ഥർ എപ്പോഴും വൈദ്യുതി ലൈനിൽ പരിശോധന നടത്തുന്നുണ്ടെങ്കിലും ഇതൊന്നും കണ്ടിട്ടില്ല.
പണയം വെച്ച 1 കിലോയിലധികം സ്വർണം തട്ടിയെടുത്ത കേസിൽ സ്ഥാപനത്തിലെ മാനേജർ അറസ്റ്റിൽ. കിഴുപ്പള്ളിക്കര സ്വദേശി കല്ലിങ്ങൽ വീട്ടിൽ ദീപുവിനെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. തൃപ്രയാർ വള്ളുവനാട് ക്യാപിറ്റൽസ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലെ ലോക്കറിൽ നിന്നാണ് സ്വർണം മോഷ്ടിച്ചത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു, വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എം കെ രമേശ്, സബ് ഇൻസ്പെക്ടർ സി എൻ എബിൻ എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ് തുടരുന്നു. 24 മണിക്കൂറിൽ 204 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ശനിയാഴ്ച കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം ജില്ലകളിൽ റെഡ് അലർട്ട് നൽകിയിട്ടുണ്ട്. ശനിയാഴ്ച തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. ചാലക്കുടി പുഴയിലെ വെള്ളത്തിന്റെ അളവ് സാധാരണ നിലയിലാണെങ്കിലും തുടർച്ചയായി പെയ്യുന്ന മഴയിൽ നാട്ടുകാർ ആശങ്കയിൽ. എപ്പോൾ വേണമെങ്കിലും ഡാമുകൾ തുറക്കുമെന്ന ആശങ്കയിലാണ് ജനം. ചാലക്കുടിപ്പുഴയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഡാമുകളും ജലസേചന സംഭരണികളും ഏതാണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മഴ ഇനിയും തുടർന്നാൽ ഡാമുകൾ തുറക്കേണ്ടി വരും. ഇത് പുഴ കടന്നു പോകുന്ന പ്രദേശങ്ങൾക്ക് ഭീഷണിയാണ്. പൊരിങ്ങൽകുത്ത് ഡാമിൽ ഇപ്പോൾ 420 മീറ്ററിലധികം വെള്ളമുണ്ട്. 424 മീറ്ററാണ് സംഭരണശേഷി. ഷോളയാർ ഡാമിലാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ജലനിരപ്പ് 74%. 3290 അടി സംഭരണശേഷിയുള്ള തമിഴ്നാട് ഷോളയാർ ഡാമിലാകട്ടെ 99% വെള്ളമുണ്ട്. ഇതൊക്കെയാണ് ചാലക്കുടി പുഴയുടെ മുകളിൽ ഭീഷണിയായി നിലനിൽക്കുന്നത്. ഇതിനു പുറമെയാണ് പറമ്പിക്കുളം ജലസേചന പദ്ധതിയിലെ വെള്ളത്തിൻ്റെ അളവ്. 1825 അടി സംഭരണശേഷിയുള്ള പറമ്പിക്കുളത്ത് ഇപ്പോൾ 93% വെള്ളമുണ്ട്. ശക്തമായി മഴ തുടർന്നാൽ ഇവയിൽ പല ഡാമുകളും തുറന്നുവിടും. വെള്ളപ്പൊക്കമുണ്ടായ കഴിഞ്ഞ ജൂൺ അവസാന ആഴ്ചയിൽ പൊരിങ്ങൽകുത്ത് ഡാമിൻ്റെ ഷട്ടറുകൾ മാത്രമേ തുറന്നിരുന്നുള്ളൂ. അന്ന് മറ്റു ഡാമുകളിലെല്ലാം ജലവിധാനം പകുതിയിൽ താഴെയായിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യം അതല്ല. ഇതാണ് നാട്ടുകാരെയും പുഴ സംരക്ഷണ സമിതി പ്രവർത്തകരെയും അലട്ടുന്നത്. TCV ചാലക്കുടി. മത്സ്യബന്ധനത്തിനിടെ മുനയ്ക്കക്കടവിൽ വള്ളം മറിഞ്ഞ് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കയ്പമംഗലം കുരിക്കുഴി സ്വദേശി നെച്ചിപ്പറമ്പിൽ അൻസിലാണ് മരിച്ചത്. അഴീക്കോട് അഴിമുഖത്തിന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് അഴീക്കോട് ഫിഷറീസ് മറൈൻ റെസ്ക്യൂ ബോട്ടും അഴീക്കോട് തീരദേശ പോലീസും 2 ബോട്ടുകളിലായി സംയുക്ത പട്രോളിംഗ് നടത്തുന്നതിനിടയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ബുധനാഴ്ച വൈകിട്ടാണ് മുനക്കക്കടവ് അഴിയിൽ മഹാസേന വള്ളത്തിന്റെ ക്യാരിയർ വള്ളം ശക്തമായ തിരമാലയിൽപ്പെട്ട് മറിഞ്ഞത്. 3 തൊഴിലാളികളാണ് വള്ളത്തിലുണ്ടായിരുന്നത്. 2 പേർ നീന്തി രക്ഷപ്പെട്ടിരുന്നു. പാലക്കാട് പോത്തുണ്ടി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. 3 സ്പിൽവേ ഷട്ടറുകൾ 3 സെന്റിമീറ്റർ വീതമാണ് തുറന്നത്. മഴ തുടർന്നാൽ ഷട്ടറുകൾ കൂടുതൽ തുറന്നേക്കും. ഈ ഡാമിലെ വെള്ളം ഭാരതപ്പുഴയിലേക്കെത്തും. അടിപ്പാത നിർമ്മാണം ഇഴയുന്നു. ആമ്പല്ലൂരിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. കുരുക്ക് രൂക്ഷമായിട്ടും സർവീസ് റോഡിലെ കുഴികൾ നികത്താത്തത് പ്രതിഷേധത്തിനിടയാക്കുന്നുണ്ട്. അടിപ്പാതയുടെ ഇരുഭാഗത്തുമുള്ള റോഡിൽ കുഴികൾ നിറഞ്ഞതോടെ രൂക്ഷമായ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. മഴ കനത്തതോടെ കുഴികളിൽ വെള്ളം കെട്ടിനിൽക്കുന്നത് അപകടങ്ങൾക്കും ഇടയാക്കുന്നുണ്ട്. ഇരുചക്ര വാഹന യാത്രക്കാരാണ് ഏറെയും കുഴികളിൽ തെന്നി വീഴുന്നത്. മാസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച അടിപ്പാത നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണ്. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ അടിപ്പാതകളുടെ നിർമ്മാണവും ഏറ്റെടുത്ത് നടത്തുന്നത് ഒരേ കമ്പനിയാണ്. എല്ലായിടത്തും അടിപ്പാതയുടെ പണികൾ പാതി വഴിയിലായതോടെ ദേശീയപാതയിലൂടെയുള്ള യാത്ര ദുസ്സഹമായിരിക്കുകയാണ്. അമിത ടോൾ നൽകി മണിക്കൂറുകൾ കാത്തുകിടന്നാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ദേശീയപാത അതോറിറ്റിക്കെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. എന്നിട്ടും യാതൊരുവിധ കൂസലുമില്ലാതെ ദേശീയപാത അതോറിറ്റി യാത്രാ ദുരിതത്തിന് പരിഹാരം കാണാൻ തയ്യാറായില്ല. ആമ്പല്ലൂരിലെ കുഴികൾ മൂലം വാഹനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നതാണ് ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നത്. നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടുന്നതിനായി കുഴികളിൽ മണ്ണിട്ട് നികത്തുന്ന പ്രഹസനമാണ് ആമ്പല്ലൂരിൽ നടക്കുന്നത്.
മഴ പെയ്താൽ ചെളിക്കുളമായി മാറുന്ന റോഡിലൂടെയാണ് ആംബുലൻസുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നുപോകുന്നത്. മാസങ്ങളായി തുടരുന്ന ദുരിതയാത്രയ്ക്ക് അറുതി വരുത്താൻ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാർ. TC വിനോസ്, പുതുക്കാട്. കുന്നംകുളത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ട സ്വകാര്യ ബസ് റോഡരികിലെ കാനയിലേക്ക് ചെരിഞ്ഞു. തൃശൂർ കുറ്റിപ്പുറം റൂട്ടിൽ സർവീസ് നടത്തുന്ന ഡെൽവിൻ എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ബസ് കാറിന് സൈഡ് കൊടുക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് കാനയിലേക്ക് ചെരിയുകയായിരുന്നു. ബസിന്റെ മുൻവശത്തെ ടയർ ചളി നിറഞ്ഞ കുഴിയിൽ താഴ്ന്നതിനാൽ ബസ് മറിഞ്ഞില്ല. അപകടത്തിൽ ആർക്കും പരിക്കില്ല. അപകടത്തെ തുടർന്ന് തൃശൂർ കുന്നംകുളം റോഡിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. പാവറട്ടി സെന്ററിന് സമീപം പൊതുമരാമത്ത് റോഡിലെ കാനയിലേക്ക് കാർ ചെരിഞ്ഞു. തിരുനെല്ലൂർ സ്വദേശി തട്ടുപറമ്പിൽ ഹനീഫ ഓടിച്ചിരുന്ന കാറാണ് കാനയിലേക്ക് ചെരിഞ്ഞത്. പാവറട്ടി സെന്റർ വികസനത്തിന്റെ ഭാഗമായുള്ള കാന നിർമ്മാണത്തിലെ അപാകത മൂലം സെന്ററിലെ പൊതുമരാമത്ത് റോഡിൽ കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് മഴവെള്ളം ഒഴുകിപ്പോകുന്നതിനായി കോരിയ കാനയിലേക്കാണ് കാർ ചെരിഞ്ഞത്. കാനയുടെ പുനർനിർമ്മാണം പൂർത്തിയാക്കിയിട്ടില്ല. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തരിൽ നിന്നും പണം തട്ടിയെടുക്കുന്നതായി ആക്ഷേപം. ഓൺലൈൻ തട്ടിപ്പുകാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പറഞ്ഞു. ക്ഷേത്ര ദർശനം, വഴിപാട് എന്നിവ നിർവഹിക്കാൻ ഏജൻസിയോ വാട്സാപ്പ് കൂട്ടായ്മയോ ദേവസ്വം ചുമതലപ്പെടുത്തിയിട്ടില്ല. ഭക്തർ ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണം. തട്ടിപ്പുകാർക്കെതിരെ പരാതി നൽകാൻ മടിക്കരുതെന്നും ചെയർമാൻ പറഞ്ഞു. ആരെങ്കിലും ഞങ്ങൾ നിങ്ങൾക്ക് തൊഴാനുള്ള സൗകര്യം ചെയ്തു തരാം, നിങ്ങൾക്ക് താമസിക്കുവാനുള്ള സൗകര്യം ചെയ്തു തരാം, നിങ്ങൾക്ക് വഴിപാടുകൾ ചെയ്തു തരാം, കളഭം ഞങ്ങൾ ഷീട്ടാക്കിത്തരാം, ഇങ്ങനെയൊക്കെ പലതരത്തിലും നിങ്ങളെ സമീപിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നും ഗുരുവായൂർ ദേവസ്വം അറിഞ്ഞുകൊണ്ട് ഉള്ളതല്ല. ഇങ്ങനെയുള്ളവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അവരത് ഉപയോഗിക്കുന്നത്. ഇത്തരത്തിലുള്ള ഇതിലൊന്നും ഭക്തജനങ്ങൾ വീണുപോകരുത് എന്നാണ് ഗുരുവായൂർ ദേവസ്വത്തിന് പ്രിയപ്പെട്ട ഭക്തജനങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത്. അപകടകാരികളായ കാട്ടുപന്നികളെ കൊല്ലാനുള്ള ഉത്തരവ് നടപ്പാക്കുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങൾ വീഴ്ച വരുത്തുന്നതായി ആക്ഷേപം. ജില്ലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാവുന്നു. ജനവാസ മേഖലകളിൽ ഇറങ്ങി മനുഷ്യജീവനും സ്വത്തിനും നാശനഷ്ടമുണ്ടാക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ചോ മറ്റ് അനുവദനീയ മാർഗങ്ങളിലൂടെയോ കൊല്ലാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ അനുമതി നൽകിയിരുന്നു. തദ്ദേശ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാർക്കും സെക്രട്ടറിമാർക്കും അധികാരം നൽകിയെങ്കിലും ഇത് ഫലപ്രദമായി വിനിയോഗിക്കുന്നില്ലെന്നാണ് പരാതി. കാട്ടുപന്നികളെ വെടിവെക്കുന്നതിന് ഷൂട്ടർമാരുടെ പാനലുണ്ട്. ഈ പാനലിൽ ഉള്ളവരെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഷൂട്ടർമാർക്ക് ഓരോ കാട്ടുപന്നിക്കും 1500 രൂപ വീതം ലഭിക്കും. ജഡം മറവ് ചെയ്യാൻ 2000 രൂപ വരെ ചിലവഴിക്കാം. ഓരോ തദ്ദേശ സ്ഥാപനത്തിനും ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും സാമ്പത്തിക വർഷത്തിൽ 1 ലക്ഷം രൂപ വരെ ചിലവഴിക്കാനാണ് അനുമതി. ജില്ലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാവുകയാണ്. കൃഷി നശിപ്പിക്കുന്നതോടൊപ്പം ആക്രമണങ്ങളും ഏറിയതോടെ ജനങ്ങൾ ഭീതിയിലാണ്. TCV തൃശൂർ. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയ്ക്കരികിലും പാഞ്ഞാൾ പഞ്ചായത്തിലെ ഉതുവടിയിലും കാട്ടാനാക്രമണം. വെള്ളിയാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് ഉതുവടി ADS ഭവന് സമീപം ആനയെത്തിയത്. വീടുകൾക്ക് സമീപമെത്തിയ കാട്ടാന കാർഷിക വിളകൾ നശിപ്പിച്ചു. വിവരമറിയിച്ചതിനെ തുടർന്ന് മച്ചാട് ഫോറസ്റ്റ് സ്റ്റേഷനിലെ അധികൃതർ സ്ഥലം സന്ദർശിച്ചു. ജനവാസ മേഖലയിൽ കാട്ടാനാക്രമണം പതിവായതോടെ ജനങ്ങൾ ഭീതിയിലാണ്. കൗൺസിൽ യോഗത്തിലെ അതിരുവിട്ട പ്രതിഷേധത്തിൽ സസ്പെൻഷനിലായ തൃശൂർ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള 10 കോൺഗ്രസ് കൗൺസിലർമാർക്കെതിരായ നടപടി റദ്ദാക്കി. കക്ഷി നേതാക്കളുമായി മേയർ MK വർഗീസ് നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. അനിഷ്ട സംഭവങ്ങളിൽ ഖേദം രേഖപ്പെടുത്തുകയും തുടർന്നുള്ള കൗൺസിൽ യോഗങ്ങൾ സുഗമമായി നടത്തുന്നതിന് പൂർണ്ണ സഹകരണം ഉറപ്പു നൽകിയതിൻ്റെയും അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ പിൻവലിച്ചതെന്ന് മേയർ അറിയിച്ചു. കഴിഞ്ഞ മാസം 30 നടന്ന കൗൺസിൽ യോഗത്തിൽ നഗരത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് മേശയ്ക്ക് മുകളിൽ കയറി നിന്നതാണ് നടപടിക്ക് കാരണമായത്. അന്നത്തെ കൗൺസിലിന് പുറമെ അടുത്ത 2 കൗൺസിൽ യോഗങ്ങളിൽ നിന്നും മേയർ ഇവരെ സസ്പെൻഡ് ചെയ്തിരുന്നു. വൈദ്യുതി മേഖലയിലെ സ്വകാര്യവൽക്കരണത്തിന് ബദൽ കണ്ടെത്തിയ സംസ്ഥാനമാണ് കേരളമെന്ന് AC മൊയ്തീൻ MLA. KSEB പെൻഷനേഴ്സ് അസോസിയേഷന്റെ 39ാം സംസ്ഥാന സമ്മേളനത്തിന് തുടക്കം കുറിച്ച് തൃശൂരിൽ നടന്ന ട്രേഡ് യൂണിയൻ സൗഹൃദ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അസോസിയേഷൻ പ്രസിഡന്റ് N വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥ്, INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി, AITUC സംസ്ഥാന സെക്രട്ടറി KG ശിവാനന്ദൻ, STU സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് M റഹ്മത്തുള്ള തുടങ്ങിയവർ സംസാരിച്ചു. അവിഹിതമായിട്ടുള്ള നേട്ടങ്ങൾ കോർപ്പറേറ്റ് ടാർഗറ്റുണ്ട്, ഭീമമായ. അതുപോലെ പിരിഞ്ഞുപോയ എല്ലാവരും ഒരു സംഘടനയ്ക്ക് കീഴിൽ അണിനിരക്കുകയും അതിൻ്റെ അഖിലേന്ത്യാ ഫെഡറേഷന്റെ ഭാഗമാവുകയും ദേശീയ തലത്തിലുള്ള പ്രക്ഷോഭത്തിലൂടെ വൈദ്യുതി മേഖലയിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന സംഘടനയായി
എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾക്ക് അംഗത്വമുള്ള സംഘടനയായി ഒറ്റ സംഘടനയായിട്ട് തുടരില്ല. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. ജനക്ഷേമത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ചുവപ്പുനാടുകൾ ഒഴിവാക്കുന്നതിന് എന്തും ചെയ്യാൻ തയ്യാറായ ഭരണാധികാരിയായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് തൃശൂർ DCC നടന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ മുൻ സ്പീക്കർ തേറമ്പൽ രാമകൃഷ്ണൻ ദീപം തെളിയിച്ചതോടെയാണ് അനുസ്മരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോർജ് പുളിക്കൻ, O അബ്ദുറഹ്മാൻ കുട്ടി, MP വിൻസെന്റ്, ജോസ് വള്ളൂർ, TV ചന്ദ്രമോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി കർക്കിടക സുഹൃതം. ആത്മീയ വിശുദ്ധിയുടെ മാസമാണ് കർക്കിടകം. ആരോഗ്യ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകുന്ന മാസം കൂടിയാണിത്. ഭക്തിയും വ്രതപുണ്യവും നിറയുന്ന രാമായണ പാരായണ പുണ്യകാലമാണ് ഇനി ഓരോ വീടുകളിലും. തോരാമഴ പെയ്തിരുന്ന കർക്കിടകം മലയാളികൾക്ക് പഞ്ഞക്കർക്കിടകവും കള്ളക്കർക്കിടകവുമാണ്. രാവിലെ കുളിച്ച് ശുദ്ധമായി ദീപം തെളിയിച്ച് രാമായണം തൊട്ട് വന്ദിച്ച് വായന തുടങ്ങുന്നു. കത്തിച്ചു വെച്ച നിലവിളക്കിന് മുന്നിലാണ് രാമായണ പാരായണം. കർക്കിടക മാസം അവസാനിക്കുമ്പോൾ രാമായണം വായിച്ചു തീർക്കണം. മൺമറഞ്ഞ പിതൃക്കൾക്കായി കർക്കിടക വാവുബലിയും ഈ മാസം നടത്തും. ആരോഗ്യത്തിന് ഏറ്റവും പ്രാധാന്യം നൽകുന്ന മാസം കൂടിയാണ് കർക്കിടകം. ഔഷധക്കൂട്ടുകളോടെ തയ്യാറാക്കുന്ന കർക്കിടക കഞ്ഞി ഏറെ പ്രശസ്തമാണ്. ക്ഷേത്രങ്ങളിലും വിവിധ പരിപാടികളോടെ രാമായണ മാസാചരണം നടക്കും. വിശ്വാസികളെ സംബന്ധിച്ച് കർക്കിടകത്തിലെ നാലമ്പല ദർശനവും പ്രധാനപ്പെട്ടതാണ്. വറുതിയുടെ കാലം കടന്ന് സമൃദ്ധിയുടെ ഓണക്കാലത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് കൂടിയാണ് കർക്കിടകം. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആനകൾക്കിനി സുഖചികിത്സയുടെ നാളുകൾ. ആനകളുടെ ആരോഗ്യ സംരക്ഷണത്തിനും ശരീരപുഷ്ടിക്കും വേണ്ടി 1 മാസം നീണ്ടു നിൽക്കുന്ന സുഖചികിത്സയ്ക്കാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് തുടക്കം കുറിച്ചത്. വിവിധ ഔഷധങ്ങൾ ചേർത്ത ചെറുരുളയും ശവനപ്രാശം, അരി, അഷ്ടചൂർണം, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവയും വിവിധങ്ങളായ സിറപ്പുകളും ഗുളികകളുമാണ് ദേവസ്വത്തിലെ ആനകൾക്ക് ഈ കാലയളവിൽ നൽകുന്നത്. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ ദേവസ്വം ബോർഡ് കൊമ്പൻ എറണാകുളം ശിവകുമാറിന് ആദ്യ ഉരുള നൽകി സുഖചികിത്സയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 30 ദിവസം നീണ്ടു നിൽക്കുന്ന സുഖചികിത്സ ആരംഭിക്കുകയാണ്. ദേവസ്വം ബോർഡിന്റെ ആനകളായിട്ടുള്ള തൃപ്പൂണിത്തറയിലും അതുപോലെ തന്നെ തൃപ്രയാറിലും
ഓരോ ആനകളുണ്ട്, അവർക്കുള്ള സുഖചികിത്സ അതേ കേന്ദ്രത്തിൽ തന്നെയാണ് നടത്തുന്നത്. മറ്റ് ആനകൾക്ക് ഇവിടെ വടക്കുംനാഥ ആനക്കോട്ടയിൽ അതിൻ്റെ സുഖചികിത്സ നടത്തുന്നു. ഏകദേശം ഒരാനയ്ക്ക് 3 ലക്ഷം രൂപയോളം വരുന്ന മരുന്നുകൾ ഉൾപ്പെടെയുള്ള ചികിത്സയാണ് ഈ 30 ദിവസം നീണ്ടു നിൽക്കുന്ന കർക്കിടക മാസത്തിൽ ചികിത്സയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്നത്. ഇത് കഴിഞ്ഞ് പൂർണ്ണ ആരോഗ്യവാന്മാരായാണ് ആനകളെ ഇനി കർക്കിടക മാസം കഴിഞ്ഞാൽ ഉത്സവങ്ങൾക്ക് രംഗത്തിറങ്ങുക. ബോർഡ് അംഗം അഡ്വക്കേറ്റ് AP അജയൻ, ദേവസ്വം കമ്മീഷണർ SR ഉദയകുമാർ, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, അസിസ്റ്റന്റ് കമ്മീഷണർ M മനോജ് കുമാർ, വടക്കുംനാഥ ക്ഷേത്ര മാനേജർ രാജീവ്, ക്ഷേത്രം ഉപദേശക സമിതി സെക്രട്ടറി KA മനോജ് കുമാർ, കേരള ബ്രാഹ്മണ സഭ ജില്ലാ ജോയിന്റ് സെക്രട്ടറി TR ഹരിഹരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ദേവസ്വം ബോർഡ് എലിഫന്റ് കൺസൾട്ടന്റ് ഡോക്ടർ PB ഗിരിദാസിന്റെ മേൽനോട്ടത്തിലാണ് ചികിത്സ നടത്തുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന് നിലവിൽ 5 ആനകളാണുള്ളത്. TCV തൃശൂർ. കിഴുപ്പിള്ളിക്കര പോസ്റ്റ് ഓഫീസ് പരിസരത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിച്ചിരുന്ന വാടക കെട്ടിടത്തിൽ നിന്ന് മയക്കുമരുന്ന് പിടികൂടി. അന്തിക്കാട് പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്നാണ് മയക്കുമരുന്ന് പിടികൂടിയത്. അടുത്ത കാലത്താണ് 2 പുരുഷന്മാരും 1 സ്ത്രീയും 2 കുട്ടികളും അടങ്ങുന്ന ഇവർ ഇവിടെ താമസം തുടങ്ങിയതെന്ന് പ്രദേശവാസികൾ പറയുന്നു. മണ്ണുത്തി വടക്കുംചേരി ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുടിക്കോട് സർവീസ് റോഡിൽ അടിയന്തരമായി വൈദ്യുതി പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനാൽ ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12 വരെ ഇതുവഴിയുള്ള വാഹന ഗതാഗതം ഭാഗികമായി നിയന്ത്രിക്കും. തൃശൂർ ഭാഗത്തു നിന്നും പാലക്കാട് ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്ന പൊതുജനങ്ങൾ ദേശീയപാത ഒഴിവാക്കി യാത്ര ചെയ്യണമെന്ന് PG പോലീസ് അറിയിച്ചു. തിരഞ്ഞെടുത്ത വന്ദേ ഭാരത് ട്രെയിനുകളിൽ തത്സമയ റിസർവേഷൻ ആരംഭിച്ച് ദക്ഷിണ റെയിൽവേ. കേരളത്തിൽ ആലപ്പുഴ വഴിയുള്ള തിരുവനന്തപുരം മംഗളൂരു തിരുവനന്തപുരം ട്രെയിനുകളിലാണ് ഈ സൗകര്യമുള്ളത്. സീറ്റ് ഒഴിവുണ്ടെങ്കിൽ ട്രെയിൻ സ്റ്റേഷനിലെത്തുന്നതിന് 15 മിനിറ്റ് മുൻപ് വരെ കറണ്ട് റിസർവേഷൻ ലഭ്യമാകും. നേരത്തെ ആദ്യ സ്റ്റേഷൻ വിട്ടുകഴിഞ്ഞാൽ ഇത് സാധ്യമായിരുന്നില്ല. സ്റ്റേഷൻ കൗണ്ടറിൽ നിന്നോ ഓൺലൈനായോ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ദക്ഷിണ റെയിൽവേയുടെ 8 ട്രെയിനുകളിലാണ് പുതിയ ക്രമീകരണം. ചെന്നൈ നാഗർകോവിൽ ചെന്നൈ, കോയമ്പത്തൂർ മംഗളൂരു മഡ്ഗാവ്, മധുര ബംഗളൂരു, ചെന്നൈ വിജയവാഡ ട്രെയിനുകളിലും പുതിയ ടിക്കറ്റ് റിസർവേഷൻ സൗകര്യം നിലവിൽ വന്നു. മാലിന്യ സംസ്കരണത്തിലെ ദേശീയ റാങ്കിങ്ങിൽ തിളങ്ങി തൃശൂർ ജില്ലയിലെ നഗരങ്ങൾ. ഗാർബേജ് ഫ്രീ സിറ്റി സ്റ്റാർ റേറ്റിംഗിൽ തൃശൂർ കോർപ്പറേഷന് കേരളത്തിൽ 2ാം സ്ഥാനം ലഭിച്ചു. ദേശീയ മാലിന്യ സംസ്കരണ ശുചിത്വ സർവേയായ സ്വച്ഛ് സർവേക്ഷൺ 2024 ഫലം പ്രഖ്യാപിച്ചപ്പോഴാണ് ജില്ലയിലെ നഗരസഭകൾ ദേശീയ റാങ്കിങ്ങിൽ മികച്ച മുന്നേറ്റം കാഴ്ചവെച്ചത്. കഴിഞ്ഞ വർഷം 333 ആയിരുന്ന തൃശൂരിന്റെ റാങ്കിംഗ് 58 ഉയർന്നു. ബിഗ് സിറ്റി കാറ്റഗറിയിൽ കേരളത്തിൽ 2ാം സ്ഥാനം തൃശൂർ കോർപ്പറേഷൻ സ്വന്തമാക്കി. നഗരസഭകളിൽ ഗുരുവായൂർ 82, വടക്കാഞ്ചേരി 131, കൊടുങ്ങല്ലൂർ 134, കുന്നംകുളം 193, ചാലക്കുടി 245, ചാവക്കാട് 426, ഇരിങ്ങാലക്കുട 512 എന്നിങ്ങനെയാണ് ദേശീയ റാങ്കിംഗ്. വെളിയിട മലമൂത്ര വിസർജ്ജമുക്ത നഗരം പദവിയിൽ ഗുരുവായൂർ നഗരസഭ ODF++ പദവിയും, കുന്നംകുളം, ചാവക്കാട്, തൃശൂർ, കൊടുങ്ങല്ലൂർ, ചാലക്കുടി, വടക്കാഞ്ചേരി നഗരസഭകൾ ODF+ പദവിയും നേടി. ഇരിങ്ങാലക്കുട നഗരസഭ ODF പദവിയും സ്വന്തമാക്കി. ഗാർബേജ് ഫ്രീ സിറ്റി പദവിയിൽ ജില്ലയിലെ 8 നഗരസഭകളിൽ 5 എണ്ണവും 1 സ്റ്റാർ പദവി നേടി. കുന്നംകുളം, ഗുരുവായൂർ, തൃശൂർ, കൊടുങ്ങല്ലൂർ, വടക്കാഞ്ചേരി നഗരസഭകളാണ് ഈ പദവി നേടിയത്. സംസ്ഥാനത്ത് ആകെ 24 നഗരസഭകൾക്ക് ഗാർബേജ് ഫ്രീ സിറ്റി സ്റ്റാർ റേറ്റിംഗ് ലഭിച്ചപ്പോൾ അതിൽ 5 എണ്ണവും തൃശൂർ ജില്ലയിൽ നിന്നുമാണ്. ഏറ്റവും കൂടുതൽ നഗരസഭകൾ സ്റ്റാർ റേറ്റിംഗ് കൈവരിക്കുന്ന ജില്ലയും തൃശൂരായി. കൂടാതെ സംസ്ഥാനത്ത് നിന്നും ആദ്യ 100 റാങ്ക് ലഭിച്ച 8 നഗരസഭകളിൽ 2 എണ്ണം തൃശൂർ ജില്ലയിൽ നിന്നുമാണെന്ന പ്രത്യേകതയുമുണ്ട്. TCV തൃശൂർ. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കാർഡിയോ തൊറാസിക് സർജൻ ഡോക്ടർ അഷ്റഫ് ഉസ്മാനെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്ന് KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ആവശ്യപ്പെട്ടു. ശസ്ത്രക്രിയ കാത്തുകിടക്കുന്ന 50ഓളം രോഗികളുടെ ജീവന് യാതൊരു വിലയും നൽകാതെ 35 ദിവസമായി ശസ്ത്രക്രിയ മുടക്കിയത് ഈ ഡോക്ടറാണ്. വൈദ്യശാസ്ത്ര ധാർമ്മികതയ്ക്കെതിരായി പ്രവർത്തിച്ച ഡോക്ടറെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് സ്ഥലം മാറ്റാതെ സർവീസിൽ നിന്ന് പുറത്താക്കാൻ സർക്കാർ തയ്യാറാകണം. ഈ ആവശ്യമുന്നയിച്ച് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയതായും രാജേന്ദ്രൻ അരങ്ങത്ത് അറിയിച്ചു. മാള ടൗണിലെ അപകടാവസ്ഥയിലുള്ള കെട്ടിടത്തിന്റെ ഒരു ഭാഗത്തെ പ്രവേശനം വിലക്കി പഞ്ചായത്ത് സെക്രട്ടറി നോട്ടീസ് പതിച്ചു. കെട്ടിടത്തിന് മുൻപിലെ നടപ്പാതയോട് ചേർന്നാണ് പ്രവേശനം വിലക്കി നോട്ടീസ് പതിച്ചത്. എന്നാൽ റോഡിനോട് ചേർന്നുള്ള കെട്ടിട ഭാഗത്ത് വിലക്കില്ല. ഇതിനോട് ചേർന്നാണ് കാൽനട യാത്രികരും വാഹനങ്ങളും കടന്നുപോകുന്നത്. കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ ഓട് ഉൾപ്പെടെ വീഴാവുന്ന നിലയിലാണ്. ഭിത്തിയും നനഞ്ഞ അപകടാവസ്ഥയിലാണ്. ഇത് സംബന്ധിച്ച് TCV നേരത്തെ വാർത്ത നൽകിയിരുന്നു. മതിലകം പൊക്ലായിൽ കള്ളുഷാപ്പിൽ വെച്ചുണ്ടായ തർക്കത്തെ തുടർന്ന് യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തു. പടിഞ്ഞാറെ വെമ്പല്ലൂർ കോളനിപ്പടി സ്വദേശികളായ പുത്തൻകാട്ടിൽ വീട്ടിൽ വിഷ്ണു, വാഴൂർ വീട്ടിൽ അരുൺ എന്നിവരെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്.
അഴീക്കോട് മേനോൻ ബസാർ സ്വദേശി ജിബീഷിനെ ആക്രമിച്ചുവെന്നാണ് കേസ്. ആക്രമണത്തിൽ പരിക്കേറ്റ ജിബീഷ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK ഷാജി, SI പ്രദീപ്, ASI പ്രജീഷ്, CPOമാരായ പ്രബീൻ, ജമാലുദ്ദീൻ എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ലഹരിക്കെതിരെ പ്രതിരോധം തീർക്കാൻ ഹ്രസ്വചിത്രവുമായി ഒരു സംഘം വിദ്യാർത്ഥികൾ. മാള കുണ്ടൂരിലെ സ്കൂൾ വിദ്യാർത്ഥികളാണ് നന്മയുടെ സന്ദേശവുമായി രംഗത്തെത്തിയത്. കുണ്ടൂർ സെന്റ് ജോസഫ് ഓഫ് ടാർപ്പ് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും കഥാപാത്രങ്ങളായ 20 മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രമാണ് റിലീസ് ചെയ്തത്. സിനിമാ സീരിയൽ നടനായ ഹാപ്പി ബൈജു ചിത്രത്തിന്റെ കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നു. സ്കൂൾ പശ്ചാത്തലത്തിലുള്ള കഥയുടെ ചിത്രീകരണം നടത്തിയത് ടാർപ്പ് സ്കൂളിൽ തന്നെയാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി ലഹരിക്ക് അടിമയായി പണം കണ്ടെത്താൻ ഇളയ സഹോദരിയുടെ ആടിനെ ആരുമറിയാതെ വിൽക്കുന്നു. ഓമനിച്ച് വളർത്തിയ ആടിനെ രാവിലെ കാണാതായപ്പോൾ സഹിക്കാൻ കഴിയാതെ ഹൃദയം പൊട്ടിമരിക്കുന്ന സഹോദരിയുടെ വേദനയാണ് ഹ്രസ്വചിത്രം പറയുന്നത്. ഞാൻ കാരണോ എന്റെ അച്ഛനെ വിട്ടുപോയത്, സ്കൂളിലെ SPG ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് ഈ ആശയം നടപ്പാക്കിയത്. ചിത്രത്തിന്റെ റിലീസിംഗ് വേളയിൽ മാള സ്റ്റേഷൻ PRO രാജീവ് നമ്പീശൻ, പ്രിൻസിപ്പൽ ദീപ്തി കളപ്പുരയ്ക്കൽ, പഞ്ചായത്ത് അംഗം സേതുമോൻ ചിറ്റേത്ത്, സ്കൂൾ മാനേജർ സിസ്റ്റർ ക്ലാര എന്നിവർ സംസാരിച്ചു. TCV മാള. ജാമ്യമില്ലാ വാറണ്ടിൽ ഹാജരാകാതെ മുങ്ങി നടന്ന പ്രതിയെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. കൂളിമുട്ടം ഭജനമഠം സ്വദേശി രാമത്ത് വീട്ടിൽ ദിലീപിനെയാണ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ദിലീപ് മതിലകം പോലീസ് സ്റ്റേഷനിൽ 2 വധശ്രമ കേസിലും 1 അടിപിടി കേസിലും പ്രതിയാണ്. മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK ഷാജി, SI അശ്വൻ റോയ്, CPOമാരായ സബീഷ്, ഷനിൽ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കൊടകര സ്വദേശികളായ അഖിൽ, റെനീഷ് എന്നിവരെ മാരകായുധങ്ങൾ കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ 2 പേർ അറസ്റ്റിലായി. പോലീസ് സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ പേരുള്ള കൊടകര പുലിപ്പാറക്കുന്ന് സ്വദേശി വള്ളിവട്ടത്തുകാരൻ വീട്ടിൽ നിഖിൽ, കൊടകര പുലിപ്പാറക്കുന്ന് സ്വദേശി ഷാരത്ത് വീട്ടിൽ ബഹീഷ് എന്നിവരെയാണ് കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തത്. അയ്യന്തോൾ സിവിൽ ലൈൻ പാർക്കിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. തൃശൂർ കളക്ടറേറ്റിന് മുൻപിലെ കുട്ടികളുടെ പാർക്കിൽ കൂട്ടിയിട്ടിരിക്കുന്ന മരച്ചിലകളും വിറകും പാർക്കിൽ വരുന്ന കുട്ടികളുടെയും ജനങ്ങളുടെയും ആരോഗ്യത്തിനും ജീവനും ഗുരുതര ഭീഷണിയാണെന്നും അതിനാൽ അവ ഉടനെ പാർക്കിൽ നിന്നും നീക്കം ചെയ്യാൻ നടപടി ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പൊതുപ്രവർത്തകൻ ജെയിംസ് മുട്ടിക്കൽ നിവേദനം നൽകിയിരുന്നു. ഇതേ തുടർന്ന് ജനങ്ങളുടെ സുരക്ഷയ്ക്കായി പാർക്കിലെ മാലിന്യങ്ങൾ ഉടൻ നീക്കം ചെയ്യാൻ പൊതുമരാമത്ത് വകുപ്പിനോട് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് കർശന നിർദ്ദേശം നൽകുകയായിരുന്നു. വീടിന്റെ ടെറസിന് മുകളിൽ ചാരായം മാറ്റാനുള്ള വാഷും വാറ്റുപകരണങ്ങളും സൂക്ഷിച്ചതിന് ഒരാളെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. കൊടകര വട്ടേക്കാട് പള്ളത്തേരി ദീപുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 150 ലിറ്റർ വാഷും ചാരായം മാറ്റാൻ ഉപയോഗിക്കുന്ന വാറ്റുപകരണങ്ങളും ഗ്യാസ് സ്റ്റൗവും പിടിച്ചെടുത്തു. ശ്രീനന്ദയ്ക്കും അമൃതയ്ക്കും സഹായവുമായി കടൽ കടന്നവരെത്തി. സിംഗപ്പൂരിൽ താമസിക്കുന്ന VP മധുമേനോന്റെ മക്കളായ ധ്വനി മേനോൻ, ധ്രുവ് മേനോൻ എന്നിവരാണ് മുത്തച്ഛൻ വേണുഗോപാൽ മേനോന്റെ കൂടെ അസുഖം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന കുട്ടികൾക്ക് ധനസഹായവുമായി എത്തിയത്. എരുമപ്പെട്ടി തയ്യൂർ ആലുക്കൽ ചിറ പാലത്തിന് സമീപം താമസിക്കുന്ന മേലൂട്ടയിൽ ഗിരീഷ് പ്രജിത ദമ്പതികളുടെ മക്കളാണ് അമൃതയും ശ്രീനന്ദയും. 18 വയസ്സുള്ള ശ്രീനന്ദ ജനനം മുതൽ സെറിബ്രൽ പാൾസി ബാധിച്ച് കിടപ്പിലാണ്. 18 വയസ്സുള്ള അമൃതയ്ക്ക് 8ൽ പഠിക്കുമ്പോഴാണ് അസുഖം തുടങ്ങിയത്. മാനസിക വിഭ്രാന്തികൾ പ്രകടിപ്പിക്കുന്ന അമൃതയ്ക്ക് ഓട്ടിസമാണെന്നാണ് മെഡിക്കൽ പരിശോധനയിൽ കണ്ടെത്തിയത്. 2 പേരുടെയും ചികിത്സയ്ക്ക് ഓരോ മാസവും വലിയ തുകയാണ് ചിലവ് വരുന്നത്. നിർധന കുടുംബത്തിന്റെ നാഥനായ ഗിരീഷിനും മാനസിക ശാരീരിക പ്രയാസങ്ങളുണ്ട്. സ്ഥിരമായ ഒരു വരുമാനമില്ലാത്തതിൻ്റെ ഭാഗമായി അവർക്ക് ശരിയായ രീതിയിലുള്ള ചികിത്സ നൽകാൻ എനിക്ക് സാധിച്ചിട്ടില്ല. എൻ്റെ അവസ്ഥ അറിഞ്ഞ് ഒരുപാട് പേര് ഇപ്പോൾ എന്നെ സഹായിക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും എൻ്റെ മനസ്സ് നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. തുടർന്നും നിങ്ങളുടെ സ്നേഹ സഹായം പ്രതീക്ഷിച്ചുകൊള്ളുന്നു. ഭർത്താവിനെയും മക്കളെയും പരിചരിക്കേണ്ട സാഹചര്യമായതിനാൽ പ്രജിതയ്ക്കും ജോലി ചെയ്യാൻ കഴിയില്ല. ഇവരുടെ ദുരവസ്ഥ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ തൃശൂർ പാടൂക്കാട് ചങ്കരത്ത് വീട്ടിൽ വേണുഗോപാൽ മേനോൻ സിംഗപ്പൂരിൽ താമസിക്കുന്ന മകൻ മധു മേനോനെ വിവരം ധരിപ്പിക്കുകയായിരുന്നു. തുടർന്നാണ് മധു സ്മിത ദമ്പതികളുടെ ഇരട്ട മക്കളും +2 വിദ്യാർത്ഥികളുമായ ധ്വനിയും ധ്രുവും നാട്ടിലെത്തി മുത്തച്ഛനോടൊപ്പം സഹായവുമായി കുട്ടികളെ കാണാനെത്തിയത്. ഞങ്ങൾ ഫാമിലിയിൽ പാവപ്പെട്ടവരുടെ ആരോഗ്യ മേഖലയിലും പിന്നെ വിദ്യാഭ്യാസ മേഖലയിലുള്ളവർക്ക് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് സഹായം ചെയ്യുക എന്നുള്ളൊരു
ഇത് തുടങ്ങി വെച്ച് കുറച്ചു കാലമായി. അപ്പോൾ ഈ കുട്ടികളുടെ ഈ ഫാമിലിയുടെ അവസ്ഥ ഞങ്ങൾ വാർത്തകളിലൂടെ കണ്ടു. വളരെ പ്രയാസം തോന്നി. ഇപ്പോൾ നമുക്ക് കഴിയാവുന്ന ഹെൽപ്പ് ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ചെന്നൈ സെൻട്രൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ സൂപ്രണ്ടായിരുന്നു വേണുഗോപാൽ. മകൻ മധു മേനോൻ സിംഗപ്പൂരിലെ ചാർട്ടേഡ് ബാങ്കിൽ ഗ്ലോബൽ ഹെഡ് ഫിനാൻഷ്യൽ മാനേജറാണ്. ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഈ കുടുംബം നടത്തി വരുന്നുണ്ട്. ശ്രീനന്ദയെയും അമൃതയെയും സഹായിക്കാൻ സന്മനസ്സുള്ളവർക്ക് MC ഗിരീഷ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എരുമപ്പെട്ടി ബ്രാഞ്ച് 6716376391 എന്ന അക്കൗണ്ട് നമ്പറിലേക്കോ 9497247984 എന്ന GPay നമ്പറിലേക്കോ സഹായം എത്തിക്കാവുന്നതാണ്. TCV എരുമപ്പെട്ടി. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. തൃശൂർ കുരിയച്ചിറ സെന്റ് പോൾസ് പബ്ലിക് സ്കൂളിലെ ക്ലാസ് മുറിയിൽ മൂർഖൻ പാമ്പിന്റെ കുഞ്ഞിനെ കണ്ടെത്തി. കുട്ടികൾ പാമ്പ് കടിയേൽക്കാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. 3ാം ക്ലാസ്സിലെ അധ്യാപികയുടെ മേശവലിപ്പിലെ പുസ്തകങ്ങൾക്കിടയിലായിരുന്നു പാമ്പ്. തൃശൂർ നഗരത്തിൽ തെരുവുനായ ശല്യം രൂക്ഷം. ചാവക്കാട് തിരുവത്ര ജീലാനിയിൽ തെരുവുനായ്ക്കൾ 2 ആടുകളെ കടിച്ചു കൊന്നു. തെരുവുനായ ശല്യത്തിനെതിരെ നടപടി വേണമെന്നാവശ്യം. കൊടുങ്ങല്ലൂരിൽ സുരക്ഷാ വേലിയില്ലാതെ വൈദ്യുതി ട്രാൻസ്ഫോർമറുകൾ. വഴിയരികിൽ അപകടം പതിയിരുന്നിട്ടും കണ്ടില്ലെന്ന് നടിച്ച അധികൃതർ. പണയം വെച്ച 1 കിലോയിലധികം സ്വർണം തട്ടിയെടുത്ത കേസിൽ സ്ഥാപനത്തിലെ മാനേജർ അറസ്റ്റിൽ. കിഴുപ്പള്ളിക്കര സ്വദേശി ദീപുവിനെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ് തുടരുന്നു. തൃശൂർ ജില്ലയിൽ ശനിയാഴ്ച ഓറഞ്ച് അലർട്ട്. തുടർച്ചയായി പെയ്യുന്ന മഴയിൽ ഡാം തുറക്കുമോ എന്ന ആശങ്കയിൽ ചാലക്കുടി നിവാസികൾ. മുനക്കക്കടവിൽ മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞ് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ അടിപ്പാത നിർമ്മാണങ്ങൾ ഇഴയുന്നു. ആമ്പല്ലൂരിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. സർവീസ് റോഡിലെ കുഴികൾ നികത്താത്തതിനെതിരെ പ്രതിഷേധം. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തരിൽ നിന്നും പണം തട്ടിയെടുക്കുന്നതായി ആക്ഷേപം. ഓൺലൈൻ തട്ടിപ്പുകാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.